നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഒരു ഏജൻറ്റിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് നമ്മളെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൈക്കലാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി എടുക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ക്ലെയിം സുഖമായിട്ട് കിട്ടാൻ തക്കതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ആ ഏജൻറ്റിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ ഏജൻറ്റ് എന്തെല്ലാം നമ്മുടെ ഡീറ്റെയിൽസുകൾ റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതാണ് ഇമ്പോർട്ടൻ്റ്, റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താറുണ്ടോ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസിൻ്റെ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങുന്നത് പല പല റീസൺസ് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ഒരു വറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസിനെ സമീപിക്കുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ അഡ്രസ്സ് പഴയ അഡ്രസ്സല്ല കിടക്കുന്നത്, ഇപ്പം വേറെ അഡ്രസ്സാണ്, അത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ റെലവൻ്റ് ആയിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് ഹിസ്റ്ററിയാണ്. ഹെൽത്ത് ഹിസ്റ്ററി ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോളിസി എടുക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഹെൽത്ത് ഹിസ്റ്ററി മറന്നുപോയി എന്ന് പറയുന്നത് ന്യായമല്ല. കാരണം എന്താണ്? അത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അണ്ടർ റൈറ്റിങ്ങിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചില ഫാക്ട്സുകളാണ്. നമ്മൾക്കിപ്പം ചിലർ പറയുന്നത് ജസ്റ്റ് ഡയബറ്റിക് ആയിട്ട് ഡയഗ്നോസ് ചെയ്തേ ഉള്ളൂ, അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ പല പല ഡൗട്ട്സുകൾ ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഡയബറ്റീസ് ഓൾറെഡി ഡയബറ്റിക് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഓരോ കമ്പനിക്കും ഓരോ വെയിറ്റിംഗ് പീരീഡാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കുള്ളത്. ചിലയിടത്ത് 4 years ആയിരിക്കും, ചിലയിടത്ത് 3 years ആയിരിക്കും, ചിലർ 2 years ആക്കും. അങ്ങനെ തന്നെ പല പല രീതിയിൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസായിട്ട് അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ അത് ടൈപ്പ് ചെയ്ത് വരുന്നത് എങ്ങനെയായിരിക്കാം, ഡയബറ്റീസ് ആൻഡ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആർ എക്സ്ക്ലൂഡഡ് ഫോർ 3 years എന്ന് വളരെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ 3 വർഷത്തേക്ക് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അവർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെയിറ്റിംഗ് പീരീഡുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ബ്രോഷറോ ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പോളിസി എടുത്ത് പിറ്റേ ദിവസം തന്നെ ക്ലെയിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് ആക്സിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ്സിന് മാത്രമാണ് Day 1 തൊട്ട് കിട്ടുന്നത്. 30 ദിവസം കഴിയുമ്പോഴാണ് ഇൽനസ്സുകൾക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടാകണം. അതുമാത്രമല്ല, നമ്മളൊരു ക്ലെയിം എത്ര പെട്ടെന്ന് എടുക്കുന്നോ അത്രയും ഡേഞ്ചറസ് ആണ് നമ്മൾക്ക്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഇപ്പം ജസ്റ്റ് ആഫ്റ്റർ 30 days നമ്മൾ വലിയൊരു ക്ലെയിമുമായിട്ട് ചെല്ലുവാണ്. അതൊരു എയർലി ക്ലെയിമാണ്, കമ്പനിക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം ക്യാഷ്ലെസ് ഡിനൈ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്കൊരു തിരിച്ചറിവ് വേണം. കാരണം ഇത്രയും ജനങ്ങളുള്ളവിടത്ത് ഇത്രയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് വിൽക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ഹെൽത്ത് ഡീറ്റെയിൽസും എപ്പോഴും കളക്ട് ചെയ്ത് എടുക്കണം ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി. പെട്ടെന്നൊരു ക്ലെയിം വരുമ്പോൾ പെട്ടെന്നൊരു വ്യക്തിക്ക് ക്യാൻസർ കാണും, ചിലപ്പം ജെന്യുവനായിട്ടുള്ളൊരു ക്ലെയിം ആയിരിക്കും, എന്നാൽ പോലും കമ്പനി അത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താണ്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സൗജന്യമല്ല, പകരം നിങ്ങളെല്ലാം ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ കൂട്ടുചേർന്നുള്ള ഒരു നിക്ഷേപത്തിൻ്റെ നിന്നുള്ള ഷെയറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലെയിമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ പറയുകയും വെയിറ്റിംഗ് പീരീഡുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ക്ലെയിം കിട്ടിയില്ല എന്നുള്ളൊരു വേവലാതിയോ പരാതിയോ നമുക്ക് ഉണ്ടാകാതെ നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ അവസരമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. നന്ദി, നമസ്കാരം.